പ്രിയ കുട്ടികളെ, നമ്മളിനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് പഠിക്കുന്നത്. ഇനി മുതൽ വൈകിട്ട് ടെസ്റ്റ് പേപ്പർ വലിയ ഗ്രാഫായിരിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിൽ നമുക്ക് രണ്ട് കണക്കേ പഠിക്കാനുള്ളൂ. ഒന്ന് ചെറിയ കണക്ക്, എക്സ് മാത്രം വരുന്നത്, നമ്പർ ലൈനയിൽ സൊല്യൂഷൻ സെറ്റ് രേഖപ്പെടുത്തുന്നത്. രണ്ടാമത്തത് 2 ഇനിക്വാളിറ്റി ഇങ്ങനെ തന്നിട്ട് 3-4 ഇനിക്വാളിറ്റി തന്നിട്ട് ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത്. ഈ 2 ടൈപ്പ് കണക്ക് മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. 3ൻ്റെ പാർട്ട് ഇൻ്റർവൽ റെപ്രസെൻറ്റിംഗ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇൻഇക്വാളിറ്റി 3x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എക്സ് ബിലോങ്സ് ടു ആർ ഈസ് ഡാഷ്. അവരൊരു ചെറിയ ഇൻഇക്വാളിറ്റി തന്നിട്ടുണ്ട്, ഒറ്റ വേരിയബിളിലുള്ളത് 3x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. നമുക്ക് എക്സിനെ കുറിച്ച് അറിയണം. അപ്പോൾ നമുക്ക് 3x തന്നെ ഇവിടെ ഇടാം. വേറെ എക്സുകൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനില്ല. -1നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെ 5 + 1 ആയിട്ടത് മാറും. അപ്പോൾ 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഇനി എക്സ് തന്നെ വരാൻ ഡിവൈഡിങ് ബൈ 3 നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇന്നലത്തെ ടെസ്റ്റ് പേപ്പറിൽ ഞാൻ അങ്ങനെ എഴുതിയിരുന്നു. അത് എഴുതണ്ട, അത് -7 കൊണ്ട് ഹരിക്കുന്നതുകൊണ്ടൊക്കെ കാണിച്ചതാണ്, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി. ഒരിക്കലും പരീക്ഷയ്ക്ക് അത് എഴുതേണ്ട കാര്യമില്ല. 3xനെ എന്തുകൊണ്ട് ഹരിച്ചാലാണ് എക്സ് ആകുന്നത്? 3 കൊണ്ട്. അത് പോസിറ്റീവ് 3 ആണ്. പോസിറ്റീവ് സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ തന്നെ തുടരും. അപ്പോൾ 3x എന്തായി മാറി? എക്സ് ആയി മാറി. അപ്പോൾ 6 എന്തായി മാറി? 2 ആയി മാറി. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇതിൻ്റെ അർത്ഥം എക്സ് 2ഉം വരാം, 2ൽ കൂടുതലും വരാം. അപ്പോൾ എന്താണ് ആ സൊല്യൂഷൻ സെറ്റ്? 2ഉം വരാം, 2ൽ കൂടുതലും. ക്ലോസ്ഡ് ടു ഓപ്പൺ ഇൻഫിനിറ്റി. 2ൽ കൂടുതൽ എന്ന് പറയുന്നത് പോസിറ്റീവ് സംഖ്യകളാണ്, ഇൻഫിനിറ്റി വരെ. പക്ഷേ 2 കൂടി വരുന്നതുകൊണ്ട് ക്ലോസ്ഡ് ടു ഓപ്പൺ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിക്ക് ഓപ്പൺ ആണ്, -ഇൻഫിനിറ്റിക്കും ഓപ്പൺ ആണ്. അതെന്താണെന്ന് നമുക്കറിയാമുള്ള, അതുകൊണ്ട് ഇതുപോലെ ഓപ്പൺ ആണ് 2 സൈഡും കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ക്ലോസ്ഡ് ടു ഓപ്പൺ ഇൻഫിനിറ്റി. 2ഉം 2ൽ കൂടുതലും, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വായിക്കേണ്ടത് ക്ലോസ്ഡ് ടു ഓപ്പൺ ഇൻഫിനിറ്റി എന്നാണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ ടു ഓപ്പൺ ഇൻ്റർവൽ ഇൻഫിനിറ്റി. കണക്കിനകത്ത് സ്റ്റെപ്പുകളൊക്കെ വളരെ കുറച്ചേ എഴുതാവുള്ളൂ. കൂടുതൽ കണക്കുകൾ നമ്മൾ മനസ്സിലാണ് ചെയ്യേണ്ടത്. സോൾവ് ഗ്രാഫിക്കലി x+2y <= 8, 2x + y <= 8, x > 0, y > 0. 4 ഇനിക്വാളിറ്റി തന്ന ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ ബി പാർട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ അതെടുത്തൊന്നുകൂടെ പറഞ്ഞു തന്നേക്കാം. ഇത് തന്നെയായിരുന്നു ആ ക്വസ്റ്റ്യൻ, 1ൻ്റെ ബി പാർട്ട്. ഇത് നമ്മൾ ആദ്യം x+2y = 8, പിന്നെ 2x + y = 8, പിന്നെ x = 0, y = 0. 4 ലൈൻസാണ് ആദ്യം വരയ്ക്കേണ്ടത്. x+2y = 8, 2x + y = 8, x = 0, y = 0. നിങ്ങൾക്കറിയാം, ഇതിന് 2 പോയിൻറ്റ്സ് എടുക്കണം. ഇങ്ങനെ ടേബിൾ വരച്ച് x y എഴുതി എക്സിന് 0 കൊടുക്കുമ്പോഴുള്ള y വില 0 + 2y 8 വന്നിട്ട് y 4. അപ്പോൾ ഒരു പോയിൻറ്റ് 0,4 ആണ്. വൈക്ക് 0 കൊടുക്കുമ്പോഴുള്ള ഇവിടെ 0 ആയിപ്പോയി. x + 0 = 8, x 8 ആണ്, മനസ്സിലായി. അപ്പോൾ സെക്കൻഡ് പോയിൻറ്റ് 8 0. അടുത്തതിലെ പോയിൻ്റ് എടുക്കുവാണ് x y. ആദ്യം എക്സിന് 0 കൊടുക്കുമ്പോൾ 0 + y 8 ആണ്, y 0 8 ആണ്, ഒരു പോയിൻറ്റ്. വൈക്ക് 0 കൊടുക്കുമ്പോൾ 2x + 0 = 8. അപ്പോൾ 2x 8 വന്നിട്ട് x 4 0, 2 പോയിൻറ്റ്. x = 0 പ്രത്യേകിച്ച് ഇനി വരയ്ക്കേണ്ട, y ആക്സിസ് തന്നെ. y = 0 അതും പ്രത്യേകിച്ച് വരയ്ക്കേണ്ട, x ആക്സിസ് തന്നെ. അപ്പോൾ നമ്മൾ ഗ്രാഫ് പേപ്പറിൽ, നമുക്ക് പരീക്ഷയ്ക്ക് ഗ്രാഫ് പേപ്പറൊന്നുമില്ല, ബുക്കിൻ്റെ കടലാസിൽ തന്നെയാണ്, പരീക്ഷ പേപ്പറിൽ തന്നെയാണ് വരയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രാഫ് പേപ്പറില്ല. എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു, ആരോ മാർക്ക് ഇട്ടു, എക്സ് വൈ എഴുതി, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ആദ്യത്തെ ലൈൻ വരയ്ക്കുവാണ്. 0,4 ആണ് ഒരു പോയിൻറ്റ്, 8 0 ആണ് അടുത്ത പോയിൻറ്റ്. 0,4ൽ y കോർഡിനേറ്റ് ആണ് 4, അതേ ഉള്ളൂ. അപ്പോൾ y അക്ഷത്തിലെ 4 ആണത്. ഇതിൽ 8 0 എക്സ് കോർഡിനേറ്റേ ഉള്ളൂ. അപ്പോൾ എക്സ് അക്ഷത്തിലെ 8 ആണ്. 2 പോയിൻറ്റ് ചേർത്ത് നമ്മൾ ലൈൻ നീട്ടി വരച്ചു, ആരോ മാർക്ക് ഇട്ടു, ലൈനിൻ്റെ പേര് സൈഡ് ചേർത്ത് എഴുതി, x+2y = 8. ഇനി രണ്ടാമത്തെ ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. 2x + y = 8. 0 8 ആണ് ആദ്യത്തെ പോയിൻ്റ്. ഇത് ഏത് ആക്സിസിൽ വരും? y ആക്സിസിൽ 8. 4 0. ഇത് ഏത് ആക്സിസിൽ വരും? x അക്ഷത്തിലെ 4.
4 8 കൂടെ ചേർത്ത് ഇതേ ലൈൻ വരച്ചിരിക്കുന്നു. ആരോ മാർക്ക് ഇട്ടു. ലൈൻ്റെ പേരെഴുതി 2s + y = 8. x = 0 എവിടെ കൊണ്ട് എഴുതണം? y ആക്സിസിൽ കൊണ്ടുപോയി എഴുതണം. x = 0. y = 0 എവിടെ എഴുതണം? x ആക്സിസിൽ കൊണ്ട് എഴുതണം. y = 0. നമ്മൾ 4 ലൈൻസും വരച്ചു, എല്ലായിടത്തും പേരെഴുതി. ഇനി നമ്മുടെ ഇൻഇക്വാളിറ്റി s + 2y ≤ 8 ആണ്. ഇതിനെ സൂചിപ്പിക്കുന്നത് ഒരു റീജിയനാണ്. അതേത് റീജിയനാണെന്ന് കാണാൻ s + 2y = 8 എന്ന ലൈൻ നമ്മൾ വരച്ചത് എടുക്കുക. ഇതാണ് ആ ലൈൻ. നിങ്ങളിനി മനസ്സിൽ കാണാം, ഈ ലൈൻ മാത്രമേ ആ പേപ്പറിലുള്ളൂ. നോക്കുമ്പോൾ കുറേ ലൈൻസ് ഉണ്ട്, അങ്ങനെയല്ല. മനസ്സിൽ കാണണം, s + 2y = 8 എന്ന ലൈൻ മാത്രമേ ഈ പേപ്പറിലുള്ളൂ. ഈ ലൈന് ഈ പേപ്പറിനെ രണ്ടാക്കി മുറിച്ചു. ഒന്ന് ഈ ലൈൻ്റെ മുകളോട്ടുള്ള ഭാഗം, 2 ഈ ലൈൻ്റെ താഴേക്കുള്ള ഭാഗം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ലൈൻ കൂടി ബ്ലേഡ് വെച്ചങ്ങ് മുറിക്കുക, കത്രിക വെച്ചങ്ങ് മുറിക്കുക. അപ്പോൾ ഈ കടലാസ് രണ്ടായി മുറിഞ്ഞു. മുകളിലുള്ള കടലാസിൻ്റെ ഭാഗവും താഴെയുള്ള കടലാസിൻ്റെ ഭാഗവും, അതാണ് ഈ ലൈൻ കടലാസിനെ രണ്ടാക്കി മുറിച്ചു എന്ന് പറയുന്നത്. അതിൽ ഏത് ഭാഗത്താണ് 0 0? താഴെയുള്ള കടലാസിലാണ് 0 0. ആ 0 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇതിലിട്ട് നോക്കും. 0 + 2 × 0, അതായത് 0 ≤ 8. നമുക്ക് ശരിയായ ഒരു കാര്യമാണ് കിട്ടിയത്. 0 ≤ 8 ശരിയാണത്. ശരിയായിട്ട് വന്നുവെങ്കിൽ ഈ ലൈൻ കടലാസിനെ രണ്ടാക്കി കീറി വെച്ചതിൽ താഴത്തെ ഭാഗത്താണ് നമ്മൾ ഇട്ടുകൊടുത്ത 0 0. അത് ശരിയായിട്ടും വന്നെങ്കിൽ ഈ ലൈൻ്റെ താഴേക്കുള്ള കടലാസിൻ്റെ ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. കണ്ടോ, ഇവിടെ എല്ലാം ആ ഷെയ്ഡിങ് വരും. ഇതൊക്കെ നമ്മൾ മനസ്സിൽ കാണുകയുള്ളൂ, എല്ലാം കൂടി കടലാസിലേക്ക് കയറ്റി വരച്ചു വയ്ക്കില്ല. ഇപ്പോൾ ആദ്യത്തെ റീജിയൻ മനസ്സിലായി. രണ്ടാമത് 2s + y ≤ 8. ഇതിലും വരയ്ക്കാൻ 2s + y = 8 പോവുക. നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ഈ ലൈൻ മാത്രമേ ഉള്ളൂ പേപ്പറിൽ. ഇത് കടലാസിന് ഇവിടെ വെച്ച് ബ്ലേഡ് വെച്ച് മുറിച്ചാൽ, കത്രിക വെച്ച് മുറിച്ചാൽ ഇത് കടലാസ് ഇങ്ങനെയും മുറിയും ഇങ്ങനെയും മുറിയും. അതിൽ താഴെയുള്ള മുറിഞ്ഞ പേപ്പറിലാണ് 0 0. ആ 0 0 നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം. 2 × 0 + 0, അതായത് 0 ≤ 8. അതും ശരിയാണ്. ശരിയായിട്ട് വന്നതുകൊണ്ട് രണ്ടാമത്തെ ലൈൻ്റെയും 0 0 കിടക്കുന്ന കടലാസാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അതായത് കിടക്കുന്ന കടലാസ് ഈ താഴത്തെ കടലാസായിരുന്നു, അതാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കടലാസ് ഇവിടം തൊട്ടിങ്ങനെയുണ്ട്, ആ മുറിഞ്ഞ പേപ്പർ ഇവിടം തൊട്ടിങ്ങനെയുണ്ട്. ഞാൻ ആദ്യത്തേൽ പറഞ്ഞത് ഈ ലൈൻ്റെ താഴേക്കായിരുന്നു. നിങ്ങൾ ഈ 2 റീജിയൻ്റെയും കൂടി കോമൺ ആയിട്ടുള്ള റീജിയൻ ഒന്ന് പറഞ്ഞാൽ ഏതായിരിക്കും കോമൺ റീജിയൻ? ഇവിടം വരും, ഇവിടം വരും, ഇവിടം വരും. ഇതല്ലേ വരുള്ളൂ. 2ൻ്റെയും താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുള്ള റീജിയനാണ്. 2ൻ്റെയും താഴെയുള്ള ഭാഗം വന്നപ്പോൾ ഇതും പോയി, ഇതും പോയി, ഔട്ടായിപ്പോയി. അങ്ങനെ നമ്മൾ ആ ഷെയ്ഡ് കോമൺ റീജിയൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്നു. ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കുള്ള 2 ഇൻഇക്വാളിറ്റി x > (0), y > 0. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ y ആക്സിസും പോസിറ്റീവ് y ആക്സിസും ഈ പോസിറ്റീവ് x ആക്സിസും ഉൾപ്പെടെ ഈ ഫസ്റ്റ് ക്വാഡ്രൻ്റ്, ഈ ചതുര റെക്റ്റാങ്കിൾ രൂപത്തിലുള്ള ഈ പേപ്പറാണ് ആ റീജിയൻ. രണ്ടും കൂടെ ഒന്നിച്ചെടുക്കാം. പോസിറ്റീവ് x ആക്സിസും പോസിറ്റീവ് y ആക്സിസും ഉൾപ്പെടെ ഈ റെക്റ്റാങ്കുലർ റീജിയനാണ് x > (0), y > 0. =0 അതിൽ വന്നതുകൊണ്ടാണ് ഈ പോസിറ്റീവ് x ആക്സിസും പോസിറ്റീവ് y ആക്സിസും കൂടി നമ്മൾ പരിഗണിക്കുന്നത്. ഈ പറയുന്ന റെക്റ്റാങ്കുലർ റീജിയൻ കൂടി ഞാൻ നേരത്തെ 2 ഇൻഇക്വാളിറ്റിയുടെ കോമൺ റീജിയൻ നമ്മൾ കണ്ടുവച്ച ഈ സ്ഥലത്തിൻ്റെ കൂടെ എടുക്കുമ്പോൾ, ഈ സ്ഥലത്തിൻ്റെ കൂടെ എടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻ്റ് കൂടി അതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ 4ൻ്റെയും കൂടി കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഇത് മാത്രമാണെന്ന് മനസ്സിലായി.
അങ്ങനെയാണ് നമ്മൾ സോൾവ് ഗ്രാഫിക്കലി എന്ന് പറയുന്ന 4 ഇൻഇക്വാളിറ്റിയുടെ ആ പ്രോബ്ലം ചെയ്യുന്നത്. 4ൻ്റെയും കൂടി കോമൺ ആയിട്ടുള്ള റീജിയൻ ഇതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ഷെയ്ഡ് ചെയ്ത് വയ്ക്കും. അതായിരുന്നു 3ൻ്റെ ബി പാർട്ട്. ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരോടെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. Question number 4, A part, solve 7s plus t less than 5s plus 9, x belongs to R. Represent the solution on number line. പിന്നെ സോൾവ് ഗ്രാഫിക്കലി എത്ര ഇൻഇക്വാളിറ്റി? 4 ഇൻഇക്വാളിറ്റി. ഇത് സെപ്പറേറ്റ് എഴുതാതെ എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതിയെന്ന് മാത്രം. ഇത് വേണമെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അങ്ങനെ തിരിച്ചു എഴുതാം. എന്നാലും ഇത് ടോട്ടൽ 4 ഇൻഇക്വാളിറ്റി തന്നെയുണ്ട്. ആദ്യത്തെ പ്രോബ്ലം ചെയ്യാം. 7s plus t less than 5s plus 9. നേരത്തെ വന്നൊരു കണക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എക്സുകൾ ഒരു സൈഡിൽ കൊണ്ടുവന്നു, 7x അടുത്തേക്ക് 5x ഇങ്ങോട്ട് വന്നു, -5x ലെസ് ദാൻ 3 അപ്പുറം പോയി 9 - 3, 2x ലെസ് ദാൻ 6. 2 കൊണ്ടാണ് ഹരിക്കുന്നത്, പോസിറ്റീവ് 2 കൊണ്ടായതുകൊണ്ട് ലെസ് ദാൻ ആയിട്ട് തന്നെ തുടരും. അപ്പോൾ എക്സ് ലെസ് ദാൻ ഇവിടെ എത്ര വന്നു? 2 കൊണ്ട് ഹരിച്ചിട്ട് 3. ഇതിൻ്റെ അർത്ഥം എക്സ് 3നേക്കാൾ ചെറുത് എന്ന് വെച്ചാൽ എല്ലാ നെഗറ്റീവ് സംഖ്യയും വന്നിട്ട് 3 വര വരും. അപ്പോൾ അതെങ്ങനെയാണ് പറയണേ? ഓപ്പൺ ഇൻ്റർവൽ -∞ 3 എടുക്കുന്നില്ല, അതുകൊണ്ടാണ് 3യും ഓപ്പൺ വന്നത്. ഓപ്പൺ ഇൻ്റർവൽ -∞ 3. നമ്പർ ലൈനെ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്പർ ലൈൻ വരയ്ക്കുക, ആരോ മാർക്ക് ഇടുക, -∞ +∞ എഴുതുക, 0 ഏകദേശം സെൻറ്ററിൽ അടയാളപ്പെടുത്തുക. നമുക്ക് 3 കൂടി ആവശ്യമുണ്ട്. 0യുടെ ഈ സൈഡിലാണ് 3. -∞ മുതൽ 3 വരെ എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ 3 എടുക്കുന്നില്ലാത്തതുകൊണ്ട് തുറന്ന വട്ടമായത്. ഞാൻ ആദ്യത്തെ ദിവസത്തെ നോട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ ഈ വട്ടം പോലും ഇടുന്നില്ല, തുറന്ന വട്ടം ഇവിടെ ഇടണം. ഈ ഓ പോലെ, ചെറിയ ഓ പോലെ ഒരു തുറന്ന വട്ടം ഇവിടെ ഇടണം. ഇനി വരുന്ന ചില പ്രോബ്ലത്തിൽ ഇവിടം ക്ലോസ്ഡ് ഇൻ്റർവൽ വരും. അന്നേരം ഈ വട്ടം നമ്മൾ കറുപ്പിക്കും, ഡാർക്ക് ചെയ്യും. ഇവിടെ കറക്റ്റായിട്ട് തുറന്ന വട്ടമുണ്ട്. ആദ്യത്തെ ദിവസത്തെ നോട്ടിൽ പല പിള്ളേരുടെയും നോട്ടിൽ ഈ വട്ടം ഇടുന്നില്ല, അത് നിങ്ങൾ തിരുത്തുക. അപ്പോൾ ഇതാണ് നമ്പർ ലൈൻ. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഇച്ചിരി വിടവ് കാണുന്നുണ്ട്. അങ്ങനെ വിടവ് കാണരുത്. ഇത് ശരിക്കും ഇവിടെ കറുപ്പിക്കണം, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇത്രയും വിടവ് കാണിക്കണ്ട. ബി പാർട്ട് ക്വസ്റ്റ്യൻ. 3s plus 4y less than or equal to 60, s plus 3y less than or equal to 30, x comma y greater than or equal to 0. Solve graphically. 3s 4y equal to 60, s plus 3y equal to 30, x സമം 0, y സമം 0. അങ്ങനെ 4 ലൈൻസാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത്. ദേ 3s plus 4y equal to 60, s plus 3y equal to 30, x is equal to 0, y is equal to 0. 4 ലൈൻസ് എഴുതി നിരക്കി വെച്ചിട്ടുണ്ട്. ഈ 2 ലൈന് നമ്മളിനി പ്രത്യേകിച്ച് പോയിൻറ്റ്സ് ഒന്നും എടുക്കണ്ട. എക്സ് ഈസ് ഇക്വൽ ടു 0 വൈ ആക്സിസ് ആണെന്നും വൈ ഈസ് ഇക്വൽ ടു 0 എക്സ് ആക്സിസ് ആണെന്നും എഴുതി വെച്ചാൽ മതി. ഇതിന് രണ്ടിനും നമ്മൾ പോയിൻറ്റ്സ് എടുക്കണം. ടേബിൾ വരച്ചു എക്സ് വൈ. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 ആയിട്ട് 4y സമം 60 വന്ന് y 15 വന്നു. അപ്പോൾ ഒരു പോയിൻ്റ് 0, 15 ആണ്. അത് വൈ ആക്സിസിലെ 15 കണ്ടില്ലേ? ഇനി വൈക്ക് 0 ഇടുമ്പോൾ ഇവിടെ 0 വന്നിട്ട് 3x 60 വന്നു. അപ്പോൾ എക്സ് 20 ആണ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ആ പോയിൻ്റ്. അപ്പോൾ 20 0 ആണ്. 20 0 എന്ന് പറയുന്ന പോയിൻ്റ് എക്സ് ആക്സിസിലെ 20 ആണ്. എക്സ് ആക്സിസിലെ 20ഉം വൈ ആക്സിസിലെ 15ഉം ചേർത്ത് നമ്മൾ വരച്ച ലൈനാണ് ഈ എഴുതിയേക്കുന്ന ലൈൻ. ആരോ മാർക്ക് കിട്ടും. ആ ലൈനിൻ്റെ പേര് 3s plus 4y is equal to 16 കറക്റ്റായിട്ട് എഴുതി വെച്ചു. കഴിഞ്ഞ പ്രോബ്ലത്തേക്കാൾ ഒരു വ്യത്യാസമില്ല. അടുത്ത ലൈൻ വരയ്ക്കാൻ എക്സ് വൈ. എക്സ് 0 ഇട്ടു, അപ്പോൾ 3y 30 വന്നു, y 10 വന്നു. ഫസ്റ്റ് പോയിൻ്റ് 0, 10 വൈ ആക്സിസിലെ പോയിൻ്റ്. y 0 ഇട്ട് ആദ്യമേ വെക്കണം. അപ്പോൾ ഇവിടെ 0 ആയി. എക്സ് ഈസ് ഇക്വൽ ടു 30. 30 0 ആണ് അടുത്ത പോയിൻ്റ്. 30 0 എവിടെ വരും? എക്സ് ആക്സിസിൽ വരും. ഇതേ രണ്ടും കൂടെ ചേർത്ത് ലൈൻ വരച്ചു, ആരോ മാർക്ക് ഇട്ടു. ലൈനിൻ്റെ പേര് s plus 3y equal to 30 കൃത്യമായിട്ട് എഴുതും. എക്സ് ആക്സിസിൽ കൊണ്ടുവന്ന് y is equal to 0 എന്നും y ആക്സിസിൽ കൊണ്ടുവന്ന് x is equal to 0 എന്നും നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് നോക്കാം ഇൻഇക്വാളിറ്റി. 3s plus 4y less than or equal to 60. അപ്പോൾ നമ്മുടെ 3s plus 4y equal to 60 എന്ന ലൈൻ എടുക്കുക. ഇതാണ് ആ ലൈൻ. ഇവിടെ വെച്ച് കത്രിക വെച്ച് അങ്ങ് മുറിച്ചു എന്നിരിക്കട്ടെ ലൈനിൽ കൂടി. അപ്പോൾ കടലാസ് 2ആയി മുറിഞ്ഞു.
ഒന്ന് ഈ മുകളിലത്തെ കടലാസും ഒന്ന് ഈ താഴത്തെ കടലാസും. അതിൽ താഴത്തെ കടലാസിലാണ് 00. 00 ഇപ്പോഴും നമ്മൾ ഇട്ട് നോക്കുന്നത്. 00 ഇട്ട് നോക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു അവസരം വന്നാലേ വേറൊരു പോയിന്റ് എടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെ അവസരം തന്നെ ഈ 00 കൂടി തന്നെ ഒരു ലൈൻ പോയാൽ 00 അതിലിട്ട് നോക്കത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ വെച്ചിങ്ങനെ ലൈൻ പറഞ്ഞാൽ ഇപ്പുറത്തെ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഇട്ട് നോക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഇട്ട് നോക്കും. ആ സമയത്ത് മാത്രമാണ് 00 അല്ലാത്തൊരു പോയിന്റ് എടുക്കുകയുള്ളൂ. അല്ലാത്തപ്പോൾ എല്ലാ കണക്കിലും 00 അതിനെടുക്കുന്നു. നമ്മുടെ പേപ്പർ ഇപ്പം ഈ ലൈൻ വെച്ചാണ് കത്രിക വെച്ച് മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പേപ്പർ രണ്ടായി മുറിഞ്ഞതിൽ താഴെയുള്ള ഈ മുറിഞ്ഞ പേപ്പറിലാണ് 00 കിടക്കുന്നത്. ആ 00 എടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കുവാണ്. 3 × 0 + 4 × 0 എന്ന് പറഞ്ഞാൽ 0 0 ≤ 60 എന്ന് പറയുന്നത് ശരിയോ തെറ്റോ? ശരിയാണ്. അതുകൊണ്ട് 3x + 4y = 60 എന്ന് പറയുന്ന ലൈൻ്റെ 00 കിടക്കുന്ന ഈ താഴത്തെ മുറിഞ്ഞ പേപ്പറാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ എന്തോരു സ്ഥലമാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന്? 00 കിടക്കുന്ന 3x + 4y = 60 എന്ന ലൈൻ വെച്ച് കത്രിക വെച്ച് മുറിച്ചപ്പോൾ ഒരു പേപ്പർ കഷ്ണം കിട്ടി. അത് മൊത്തമാണ് ഷെയ്ഡിങ് വരുന്നത്. അത് മൊത്തം ആ റീജിയൻ മൊത്തം 3x + 4y ≤ 60 വരുമെന്ന് ചുരുക്കം. ഇനി അടുത്തത് x + ty ≤ 30 ആണ്. x + ty = 30 എന്ന ലൈൻ ഇതാണ്. ഇവിടെ വെച്ച് കത്രിക വെച്ച് മുറിച്ച് പേപ്പർ കഷ്ണം രണ്ടായി മുറിഞ്ഞു. ഒരു സമയത്ത് ഒരു കാര്യം മനസ്സിൽ കാണാവുള്ളൂ, പണ്ട് കടലാസ് മുറിഞ്ഞിരിക്കുമല്ലേ, പിന്നെ ഇങ്ങനെ ഒന്നുകൂടെ മുറിയണം, അങ്ങനത്തെ ഒന്നും ചിന്ത വരാൻ പാടില്ല. ഈ ലൈൻ വെച്ച് കത്രിക വെച്ച് മുറിക്കുമ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ മറന്നേക്കണം. അത് പേപ്പർ രണ്ടായി മുറിഞ്ഞു. മുകളിലുള്ള പേപ്പർ കഷ്ണവും താഴെയുള്ള പേപ്പർ കഷ്ണവും. അതിൽ താഴെയുള്ള പേപ്പർ കഷ്ണത്തിലാണ് 00. 00 നമ്മൾ കൊടുക്കുവാണ്. 0 + 3 × 0 അതായത് 0 ≤ 30. അത് ശരിയാണ്. നമുക്ക് തെറ്റാൻ കിട്ടിയതെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ തെറ്റാൻ കിട്ടിയതെങ്കിൽ 00 കിടക്കുന്ന ഭാഗം എടുക്കരുത്, മറ്റേ ഭാഗം എടുക്കണം, അത്രയേ ഉള്ളൂ. ഇവിടെയും ശരിയായ ഭാഗമാണ് കിട്ടിയത്. അപ്പോൾ 00 കിടക്കുന്ന ഭാഗം തന്നെ ഈ പേപ്പർ കഷ്ണം തന്നെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ രണ്ടെണ്ണത്തിൻ്റെ കോമൺ റീജിയൻ കണ്ടുവച്ച് അടുത്തതിലേക്ക് പോകാവുള്ളൂ. ആദ്യത്തേൻ്റെയും താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഏതാ? ഇത്. രണ്ടാമത്തേൻ്റെ താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഏതാ? ഇത്. രണ്ടിൻ്റെയും കൂടി കോമൺ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഏതാ? ഇവിടം വരെ വന്ന് ഇങ്ങനെ പോയി വരുന്ന ഈ ഭാഗം. ഇതാണ് രണ്ടിൻ്റെയും കൂടി കോമൺ ആയിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇതാണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മുടെ x > (0), y > 0 എന്ന രണ്ട് ഇൻഇക്വാളിറ്റിയും കൂടെ വരുമ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ക്വാഡ്രൻറ്റും കൂടിയാണ് പരിഗണിക്കുന്നത്. പോസിറ്റീവ് y ആക്സിസും പോസിറ്റീവ് x ആക്സിസും ഉൾപ്പെടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഈ പ്രദേശം റെക്റ്റാങ്കുലർ റീജിയൻ അപ്പുറത്തേക്ക് പോരുത്, ഇവിടെ തൊട്ട് ഇങ്ങനെയുള്ള റെക്റ്റാങ്കുലർ റീജിയൻ കൂടി കൂടെ പരിഗണിക്കുമ്പോൾ ഇങ്ങനെ രണ്ടിൻ്റെ കോമൺ ആയിട്ട് കണ്ടുപിടിച്ച റീജിയൻ കുറച്ചും കൂടെ കുറഞ്ഞിട്ട് ഇവിടെ മാത്രമായിട്ട് ചുരുങ്ങുന്നു. ഈ പുറത്ത് കിടന്ന ഈ സ്ഥലം ഔട്ടായി പോകുന്നു. ഇത്രയും മാത്രമായിട്ട് ചുരുങ്ങുന്നു. അത് കറക്റ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ സൊല്യൂഷനായി. 5ാമത്തെ ക്വസ്റ്റ്യനോടെ പഠിച്ചേക്കാം. Which is the interval corresponding to the inequality -2 <x < 3? വെരി സിമ്പിളാണ്. നിങ്ങളൊരു ഞാനിപ്പോൾ 3, 4, 5 3 കണക്ക് പഠിപ്പിച്ചു. അത് വലിയ കൂടുതലൊന്നുമല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. 10ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേരോ നിങ്ങൾ 3 പ്രോബ്ലമൊക്കെ, അതും രസമുള്ള ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. -2 <x < 3. ഇവിടെ -2 എടുക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഓപ്പൺ ഇൻ്റർവൽ, ഇത് ക്ലോസ്ഡ് ഇൻ്റർവൽ 3. -2വിനേക്കാൾ വലുതാണ് x, 3ഉം 3നേക്കാൾ ചെറുതാണ് x. അപ്പോൾ ഓപ്പൺ -2 ക്ലോസ്ഡ് 3. ഓപ്പൺ -2 ഇതാണ് ക്ലോസ്ഡ് 3. കണ്ട ആൻസർ പോണേ. ഓപ്പൺ -2 ക്ലോസ്ഡ് 3. ഓപ്പൺ -2 ക്ലോസ്ഡ് 3. 3 എടുക്കുന്നു, -2 എടുക്കുന്നില്ല. അപ്പോൾ ഓപ്പൺ -2 ക്ലോസ്ഡ് 3 ബ്രാക്കറ്റിലെ 4 ആൻസറിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തു. അതെടുത്തെഴുതി. സോൾവ് ഗ്രാഫിക്കൽ ഇതേ 3 ഇൻഇക്വാളിറ്റി ഇതായിരുന്നു. ഈ പ്രോബ്ലം കൂടെ അല്ലേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. x + y = 4, x + y = 3, x - 3y = 6. കോളം എല്ലാത്തിനും വരച്ച് വെച്ചു.
എക്സ് വൈ പേരിട്ടു. x0 കൊടുക്കുമ്പോൾ y is equal to 4. ഫസ്റ്റ് പോയിന്റ് 0 4. ഇത് y ആക്സിസിലാണ്. y0 ഇട്ട് വെച്ചു. 2x4 വന്ന x2 ആണ്. 20 ആണ് സെക്കൻഡ് പോയിന്റ്. എല്ലാത്തിലെയും പോയിന്റ് കണ്ടുവയ്ക്കാം. ആദ്യം x0 ഇട്ടു. അപ്പോൾ 0 പ്ലസ് y is equal to 3. y3 0 ആണ് ഫസ്റ്റ് പോയിന്റ്. y0 ഇട്ട് വെച്ചു. അപ്പൊ x പ്ലസ് 0 സമം 3 x3 30 ആണ് സെക്കൻഡ് പോയിന്റ്. ഇതിലെയും പോയിന്റ് കാണാം. x0 ഇട്ടപ്പോ -3y സമം 6 എന്ന് വന്നു. അപ്പൊ y എത്ര വന്നാലാണ് പറ്റുള്ളൂ? -3y സമം 6 വന്നെങ്കിൽ y -2 വരണം. -2 ഇൻറ്റു -2 ആണ് 6. അപ്പൊ y -2 ആണ്. 0 -2 ആണ് ഒരു പോയിന്റ്. y0 ഇട്ട് നേരത്തെ വെച്ചു. ഇവിടം പോയി 2x -0 സമം 6 വന്നു. അപ്പൊ 2x സമം 6 വന്നു. അപ്പൊ x എത്രയാ? 3 ആണ് അടുത്ത പോയിന്റ്. അങ്ങനെ മൂന്നിന്റെയും പോയിന്റ്സ് ആദ്യം ഉണ്ടാക്കി വെക്കുക. ഇനി ഫസ്റ്റ് ലൈൻ വരയ്ക്കുക. 0 4 y ആക്സിസില് 4, 2 0 x ആക്സിസില് 2. 4ഉം 2ഉം കൂടെ വെച്ച് ലൈൻ വരച്ചിരിക്കുന്നു. ആരോ മാർക്ക് ഇട്ടു. ലൈനിന്റെ പേരെഴുതി 2x plus y is equal to 4 ആ ലൈനോട് ചേർത്ത് മുകളിലും ആരോ മാർക്ക് ഇട്ടു. അടുത്ത ലൈൻ y ആക്സിസിലെ 3ഉം x ആക്സിസിലെ 3ഉം y ആക്സിസിലെ 3ഉം x ആക്സിസിലെ 3ഉം ചേർത്തത് ലൈൻ വരച്ചിരിക്കുന്നു. ആരോ മാർക്ക് ഇട്ടു. ലൈനിന്റെ പേരെഴുതി x plus y is equal to 3. അടുത്തത് y അക്ഷത്തിലെ -2. ഇത് നെഗറ്റീവ് y ആക്സിസ് വരയ്ക്കേണ്ട വന്നു. ഇവിടെ പോയിന്റ് വെച്ചാണ് നമ്മൾ നീട്ടി വരയ്ക്കുന്നത്. ആവശ്യമില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. y ആക്സിസിലെ -2, x ആക്സിസിലെ 3 ചേർത്ത് ലൈൻ വരച്ചിരിക്കുന്നു. ആരോ മാർക്ക് ഇട്ടു. 2x - 3y is equal to 6. ഇനി നമുക്ക് നോക്കാം. 2x plus y greater than or equal to 4 ആണ് ആദ്യത്തെ ഇൻഇക്വാളിറ്റി. അപ്പൊ 2x plus y equal to 4 എന്ന ലൈൻ ഇങ്ങനെ മനസ്സിൽ കണ്ടു. വേണമെങ്കിൽ കത്രിക വെച്ച് നമ്മൾ ഇവിടെ അങ്ങ് മുറിക്കുവാണ്. ഈ ലൈൻ വെച്ച് നമ്മൾ മുറിച്ച് കടലാസ് രണ്ടായിട്ട് മുറിഞ്ഞു. അതിൽ താഴെയുള്ള മുറിഞ്ഞ കടലാസിലാണ് 0 ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു. 2 × 0 + 0 അതായത് 0 greater than or equal to 4. ഒന്നോട് പറഞ്ഞേ 0 greater than or equal to 4 തെറ്റാണത്. അതുകൊണ്ട് ഈ ഇവിടെ വെച്ച് കത്രിക വെച്ച് മുറിച്ച ഈ താഴെയുള്ള പേപ്പറിൽ വരുന്ന 0 ഇട്ട് കൊടുത്തപ്പോ തെറ്റ് കിട്ടിയെങ്കിൽ ഈ മുകളിലുള്ള പേപ്പറാണ് ഷെയ്ഡ് ചെയ്യണ്ടേ. മുറിഞ്ഞ മുകളിലുള്ള പേപ്പറാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇതുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു ചതുര ആകൃതിയിൽ ഇങ്ങനെ ഷെയ്ഡിങ് വരും. ഇനി ഓർമ്മത്തിന്റെ കാര്യം മനസ്സിലായി. x plus y less than or equal to 3. അപ്പൊ x plus y equal to 3 എന്ന ലൈൻ ഇതാണ്. ഇവിടെ ഇങ്ങനെ കത്രിക വെച്ച് മുറിച്ച് കടലാസ് രണ്ടായി മുറിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സമയത്ത് ഒരു കാര്യമാണ് മനസ്സിൽ കാണാവുള്ളൂ. കത്രിക വെച്ച് മുറിച്ച് കടലാസ് രണ്ടായിട്ട് മുറിഞ്ഞു കിടക്കുന്നു. അതിൽ താഴെയുള്ള മുറിഞ്ഞ കടലാസിലാണ് 0 ആ 0 ഇവിടെ കൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ 0 + 0 അതായത് 0 less than or equal to 3. 0 less than or equal to 3 അത് ശരിയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ലൈൻ ഇതാണല്ലോ. രണ്ടാമത്തെ ലൈൻ വെച്ച് കത്രിക വെച്ച് മുറിച്ചപ്പോൾ താഴെയുള്ള കടലാസ് ഭാഗമാണ് ശരിയെന്ന് മനസ്സിലായി. ആദ്യത്തേലോ മുകളിലുള്ള കടലാസ് ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. രണ്ടാമത്തേലോ താഴെയുള്ള കടലാസ് ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. രണ്ടിനെയും കൂടി കോമൺ എടുത്തേ. രണ്ടിനോട് കോമൺ എടുക്കുമ്പോൾ ഈ ട്രയാങ്കിൾ പോലെയുള്ള ഈ ഷേപ്പും കൂടെ ഇത് ഔട്ടായി പോവും. പിന്നെ ഈ ആദ്യത്തെ ലൈൻ ഇതായിരുന്നു. അതിന്റെ മുകളോട്ടുള്ള ഭാഗം ഷെയ്ഡിങ് വന്നു. രണ്ടാമത്തെ ലൈൻ ഇതായിരുന്നു. അതിന്റെ താഴോട്ടുള്ള ഭാഗം ഷെയ്ഡിങ് വന്നു. അപ്പൊ രണ്ടിലും കൂടി കോമൺ ആയിട്ട് വരുന്ന പ്രദേശം എന്ന് പറയുന്നത് ഇതും ഇവിടെ എല്ലാം വരും. ഇതും കൂടി വരും. കാരണം ഈ ഫസ്റ്റ് ലൈൻ്റെ മുകളോട്ടുള്ള ഭാഗമല്ലേ, സെക്കൻഡ് ലൈൻ്റെ താഴേക്കുള്ള ഭാഗമല്ലേ, ഇതും കൂടി വരും. ഇവിടെ ഒക്കെ വരും, ഇവിടെ എല്ലാം വരും.
ഈ ഷെയ്ഡ് ചെയ്തേക്കണ കൂടാതെ ഇതും കൂടെ വരുമെന്ന് ചുരുക്കം. പക്ഷെ ഇത് വരുമോ? ഇത് വരില്ല. കാരണം സെക്കൻഡ് ലൈൻ അതായിരുന്നു, അതിന്റെ താഴേക്കുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വരില്ല. അപ്പൊ ഇത്രയും ഭാഗമാണ് ഷെയ്ഡിങ് വരുന്നത്. ഈ ഷെയ്ഡ് ചെയ്ത സ്ഥലം ഇതും കൂടി വരും. നമുക്കൊരു ഇൻഇക്വാളിറ്റി കൂടെ നോക്കാനുണ്ട്. -3y = 6 എന്ന ലൈൻ എടുക്കുക. അതാണ് ലൈൻ. ഇവിടെ വെച്ച് കത്രിക മുറിച്ച പേപ്പർ രണ്ടായി മുറിഞ്ഞു കിടക്കുന്നു. അതില് മുകളിലുള്ള മുറിഞ്ഞ പേപ്പറിലാണ് 0 0 കൊടുക്കുന്നു. 0 0 2 × 0 - 3 × 0 0 എന്ന് കിട്ടി. 0 < = 6. 0 < 6 ശരി. അപ്പോൾ ഇവിടെ വെച്ച് പേപ്പർ മുറിച്ചപ്പോൾ, ഈ ലൈൻ വെച്ച് പേപ്പർ മുറിഞ്ഞപ്പോൾ 0 0 കിടക്കുന്ന ഭാഗം ശരിയായിട്ട് വന്നു. അപ്പൊ മുകളിലത്തെ കടലാസാണെന്ന് മനസ്സിലായി. മുകളിലത്തെ പേപ്പർ കഷ്ണമാണ് ഷെയ്ഡിങ് വരുന്നത്. പേപ്പർ കഷ്ണം എന്തെങ്കിലും ഉണ്ടോ അത് മൊത്തം ഷെയ്ഡിങ് വരും, ആ റീജിയൻ. പക്ഷെ നമ്മൾ രണ്ടെണ്ണത്തിന്റെ റീജിയൻ ഇത്രയുമായിരുന്നു. ആ കൂടെ മുകളിലത്തെ ഈ റീജിയൻ കൂടി വന്നപ്പോൾ ഈ ഭാഗം ഔട്ടായിപ്പോയി. അതുകൊണ്ട് നമ്മുടെ ഷെയ്ഡിങ് വരുന്നത് മൂന്നിന്റെയും കൂടി കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഇത്രയും മാത്രമായിട്ട് ചുരുങ്ങി. ഇത്രയും മാത്രം. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ ഒന്നുകൂടെ പറയാം. 2s + y > 4. 2s + y = 4 എന്ന ലൈൻ എടുത്തു. കത്രിക വെച്ച് കട്ട് ചെയ്തു. പേപ്പർ രണ്ടായി. താഴെയുള്ള പേപ്പർ കഷ്ണത്തെ 0 0 കിടക്കുവാണ്. കൊണ്ടേ കൊടുത്തപ്പോൾ 0 ഒന്നുകൂടം. 0 > 4 തെറ്റാണ്. അപ്പോൾ ഇവിടെ വെച്ച് പേപ്പർ മുറിഞ്ഞു. താഴെയുള്ള ഭാഗത്ത് കിടന്ന് 0 0 കൊടുത്തപ്പോൾ തെറ്റ് കിട്ടിയെങ്കിൽ അതിന്റെ അർത്ഥം മുകളിലത്തെ പേപ്പർ കഷ്ണമാണ് ഷെയ്ഡിങ്ങിൽ വരുവുള്ളൂ. മുകളിലത്തെ പേപ്പർ കഷ്ണം ഇവിടം വരെ അല്ല, ഇതായിരുന്നു ലൈൻ. ഇവിടം തൊട്ട് ഇങ്ങനെയുള്ള ഒരു പേപ്പർ കഷ്ണമാണ് വരുന്നതെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ഇൻഇക്വാളിറ്റി എടുത്തു. s + y = 3 എന്ന ലൈൻ വെച്ച് s + y < = 3. s + y = 3 എന്ന ലൈൻ വെച്ച് കട്ട് ചെയ്തു. കടലാസ് രണ്ടായി മുറിഞ്ഞു. താഴെയുള്ള പേപ്പറിലാണ് 0 0. ഇവിടെ കൊണ്ടേ കൊടുത്തു. 0 + 0 < 3 ശരിയാണ്. അപ്പോൾ ഈ ലൈൻ്റെ താഴേക്കുള്ള ഭാഗം വരുന്ന പേപ്പർ കഷ്ണമാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ആ രണ്ടിൻ്റെയും കൂടി കോമൺ റീജിയൻ ഇപ്പൊ തന്നെ കാണുക. ഈ ലൈൻ വെച്ച് പോയപ്പോൾ അതിന്റെ മുകളോട്ടുള്ള ഭാഗമാണ് ഷെയ്ഡിങ് വരുന്നത്. ഈ സെക്കൻഡ് ലൈൻ വെച്ച് വന്നപ്പോൾ അതിന്റെ താഴേക്കുള്ള ഭാഗമാണ് ഷെയ്ഡിങ് വന്നത്. അപ്പൊ രണ്ടിന്റെയും കൂടി കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗം കൂടാതെ ഇതും കൂടെ വരും. ഇതും കൂടി. കാരണം 2s + y = 4 മുകളോട്ടുള്ള ഭാഗവും s + y = 3 താഴേക്കുള്ള ഭാഗത്തിലും ഇതും കൂടി വരും. അപ്പൊ ഇതും വരും, ഇതും വരും. ഇത് വരില്ല. കാരണം s + y = 3 താഴേക്കുള്ള ഭാഗമാണ് വരേണ്ടത്. അതുകൊണ്ട് ഇത് വരില്ല. രണ്ടെണ്ണത്തിന് സ്ഥലം കണ്ടിട്ടുണ്ട്. 2s - 3y < 6 കൂടി എടുക്കാനുണ്ട്. 2s - 3y = 6. ഇവിടെ വെച്ച് കത്രി വെച്ച് മുറിച്ച് പേപ്പർ രണ്ട് കഷ്ണമായി. മുകളിലത്തെ പേപ്പർ കഷ്ണത്തിലാണ് 0 0 0 എന്നാണ് ഇവിടം വരുന്നത്. 0 0 കൊടുക്കുമ്പോൾ മൊത്തം ആൻസർ 0 0 < 6 ശരി. അപ്പോൾ ഈ ഇവിടം വെച്ച് പേപ്പർ കഷ്ണം മുറിഞ്ഞപ്പോൾ ഈ ഭാഗമാണ് ഷെയ്ഡിങ് വരുന്നത്. ശരിയായ ഭാഗം 0 0 കിടക്കുന്ന ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അതും കൂടി ഇത്രയും സ്ഥലത്തിന്റെ കൂടെ ചേർത്തപ്പോൾ ഈ താഴേക്കുള്ള ഈ ഭാഗം ഒഴിവായിപ്പോയി. മൂന്നിൻ്റെയും കൂടെ ഷെയ്ഡിങ് വരുന്നത് ഈ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗമാണെന്ന് മനസ്സിലായി. അങ്ങനെ നമുക്ക് ഈ കണക്കും തീർന്നു. 3 4 5 പ്രോബ്ലംസ് ആണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചത്. അത് വെച്ച് ഒരു ക്വസ്റ്റ്യൻ ഗ്രാഫ് വരയ്ക്കാൻ വലിയ കണക്ക് പരീക്ഷയ്ക്കിടും. ചിലപ്പോൾ ഇതുപോലെ ഒരു ചെറിയ കണക്ക് വിടും. നമ്മുടെ ചാപ്റ്റർ മൊത്തം ഇതുകൊണ്ട് പ്രോബ്ലംസേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതുക.
3, 4, 5 കണക്ക് വരെയാണ്. ഇനി പഠിക്കേണ്ടത് 6ാമത്തെ ക്വസ്റ്റ്യനാണ്. അവിടം വരെയുള്ളത് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കണം. അവിടം വരെയുള്ളതേ എഴുതാവുള്ളൂ. കൂടുതൽ പഠിപ്പിക്കാത്ത ഭാഗത്ത് നോട്ട് എഴുതിയേക്കരുത്. അത്രയും പഠിച്ച് 6 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരും. ചിലപ്പോൾ ഒരു 10, 15, അരമണിക്കൂറൊക്കെ ചിലപ്പോൾ മറന്നുപോയി ക്വസ്റ്റ്യൻ ഇടാൻ താമസിക്കും. എന്നാലും നിങ്ങൾ ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ ഓർക്കും, അപ്പോഴേക്കും ഇട്ടേക്കും. ആൻസർ കീ ഇടാനും ചിലപ്പോൾ ഒരു ഇച്ചിരി താമസിക്കാൻ മറന്നു പോകുന്നതാണ്. എന്നാലും ഇടും. അപ്പോഴേ നിങ്ങൾ നോക്കി മാർക്ക് അയച്ചു തരിക.